എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 12th ലെവൽ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുൻവർഷ സയൻസ് ചോദ്യങ്ങളുടെ ഒരു ഡിസ്കഷനാണ്. ഇനി വരാൻ പോകുന്ന ഫയർമാൻ പരീക്ഷയ്ക്ക് വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് രോഗം ഉണ്ടാകുന്നത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് രാസവസ്തുവിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഡോപ്പമിൻ. ഡോപ്പമിൻ്റെ ഉൽപാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം ഉണ്ടാകുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വിരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, സിറോഫ്താൽമിയ. സിറോഫ്താൽമിയാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായി യോജിപ്പിച്ചിരിക്കുന്നവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 3ഉം 4ഉം. 3 വാസോപ്രസിൻ, 4 ഗൊണാഡോട്രോഫിക് ഹോർമോൺ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ശരിയായ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. വാസോപ്രസിൻ വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്നു. ഗൊണാഡോട്രോഫിക് ഹോർമോൺ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. ആൻസർ ഓപ്ഷൻ ബി, തൈമിൻ. തൈമിനാണ് RNA-യിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ്. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ. 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ആൻസർ ഓപ്ഷൻ ഡി, ഡ്രൂ വെയ്സ്മാൻ. ഡ്രൂ വെയ്സ്മാനാണ് 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞൻ. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, റേഡിയോ തരംഗം. റേഡിയോ തരംഗമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ രശ്മി. 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? 20 ഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൻ്റെ ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 km/s ആണ് എങ്കിൽ 100 ഗ്രാം ഭാരമുള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, 11.2 km/s. 11.2 km/s. ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? ഒരു തടാക പ്രതലത്തിൽ നിന്ന് 10 മീറ്റർ ആഴത്തിൽ നീന്തുന്ന ഒരാളിൽ അനുഭവപ്പെടുന്ന മർദ്ദം എത്രയാണ്? G = 10 m/s². അന്തരീക്ഷമർദ്ദം 1 atm. സാന്ദ്രത 10³ kg/m³. ആൻസർ ഓപ്ഷൻ ബി, 2 atm. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? മനുഷ്യ രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 7.4. 7.4 മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം. സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം ഏതാണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. ആൻസർ ഓപ്ഷൻ എ, നിക്കൽ. നിക്കലാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കുവാൻ ഇരുമ്പിൽ ചേർക്കുന്ന ലോഹം. വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നു. ഇത് ഏതിൻ്റെ ഒരു ഉദാഹരണമാണ്? ആൻസർ ഓപ്ഷൻ ബി, ബോയിൽ നിയമം. ബോയിൽ നിയമത്തിന് ഉദാഹരണമാണ് വായു കുമിളകൾ താഴെ നിന്ന് ജലത്തിൻ്റെ ഉപരിതലത്തിലേക്ക് നീങ്ങുമ്പോൾ വികസിക്കുന്നത്.
ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തിയുള്ളത്? ഇനി പറയുന്നവയിൽ ഏതിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ഹീലിയം. ഹീലിയത്തിനാണ് 0 രാസസംയോഗ ശക്തി ഉള്ളത്. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകം ഏത്? ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹവാതകം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി 3 മാത്രം. 3 വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിൽ. വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ കോണിലാണ് മനുഷ്യഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ ഓപ്ഷൻ സി 3, 4, 2, 1. മലേറിയ, പ്രോട്ടോസോവ. ടൈഫോയിഡ്, ബാക്ടീരിയ. അസ്കാരിയാസിസ്, വിരകൾ. ജലദോഷം, വൈറസ്. അപ്പോൾ ഏതൊക്കെയാണ്? മലേറിയ, പ്രോട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ, അസ്കാരിയാസിസ്, വിരകൾ, ജലദോഷം, വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മിഠായി. മിഠായിയാണ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? കൊറോണ വൈറസിൻ്റെ വകഭേദമായ B1.1.529 ഇവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ഒമിക്രോൺ. ഒമിക്രോണിനെയാണ് B1.1.529 സൂചിപ്പിക്കുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഹർഷണ ബലം. ഹർഷണ ബലമാണ് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി സമവർത്തുള ചലനം. സമവർത്തുള ചലനമാണ് സ്ഥിര വേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ 110 ഗ്രാം. 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി BCI3. BCI3 ആണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ്. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവുമാണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ഡി X5 2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1 സ്റ്റീൽ ഒരു ലോഹമാണ്. സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2 സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ആൻസർ ഓപ്ഷൻ ബി 1 തെറ്റും 2 ശരിയുമാണ്. തെറ്റ് സ്റ്റീൽ ഒരു ലോഹമാണ്. ശരി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്.
മനുഷ്യരിൽ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിൽ ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം മനുഷ്യരിൽ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് കാരണം ആൻസർ ഓപ്ഷൻ ബി 1 ശരി. 1. വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താൻ. വൃഷണങ്ങളിൽ ശരീര താപനിലയേക്കാൾ താഴ്ന്ന താപനില നിലനിർത്താനാണ് മനുഷ്യരിൽ വൃഷണങ്ങൾ ഉദരാശയത്തിന് പുറത്ത് കാണുന്ന വൃഷണസഞ്ചിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോബാൾട്ട്. കോബാൾട്ടാണ് ജീവകം B12 അടങ്ങിയിരിക്കുന്ന ലോഹം. ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകൾ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ളു കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ എ അതിറോസ്ക്ലിറോസിസ്. അതിറോസ്ക്ലിറോസിസ് ആണ് ഹൃദയപേശികളിലേക്ക് രക്തമെത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിന്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥ. മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ക്ലോമപിദാനം. ക്ലോമപിദാനമാണ് മനുഷ്യന്റെ അന്നപഥത്തിൽ നിന്നും ആഹാരപദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്ന അടപ്പ്. ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ്? ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ XBB.1.16. XBB.1.16 ആണ് ഒമിക്രോൺ വൈറസിന്റെ ഏറ്റവും പുതിയ ഒരു വകഭേദം. ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്ലാസ്മോഡിയം ഫാൽസിപാരം. പ്ലാസ്മോഡിയം ഫാൽസിപാരമാണ് ഏറ്റവും മാരകമായ മലമ്പനിക്ക് കാരണമായേക്കാൻ സാധ്യതയുള്ള ഏകകോശ ജീവി. വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ മാറ്റമില്ലാതെ തുടരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആവൃത്തി. ആവൃത്തിയാണ് വായുവിൽ നിന്നും വെള്ളത്തിലേക്ക് ഒരു ശബ്ദതരംഗം സഞ്ചരിക്കുകയാണെങ്കിൽ മാറ്റമില്ലാതെ തുടരുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം ഡാഷ് ആയിരിക്കും. ആൻസർ ഓപ്ഷൻ ഡി 0. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ദൂരം f ആണെങ്കിൽ ഒരു വസ്തുവും അതിന്റെ യഥാർത്ഥ പ്രതിബിംബവും തമ്മിലുള്ള കുറഞ്ഞ ദൂരം 0 ആയിരിക്കും. പ്രകാശത്തിന്റെ ശൂന്യതയിലെ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ കഴിയും? പ്രകാശത്തിന്റെ ശൂന്യതയിൽ പ്രവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മാറ്റിയാൽ പ്രകാശത്തിന്റെ ഈ പ്രവേഗത്തിന് മാറ്റം വരുത്താൻ കഴിയും? ആൻസർ ഓപ്ഷൻ ഡി ഇവയിലൊന്നും അല്ല. 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിന്റെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? 2023 കണക്കനുസരിച്ച് സൗരയൂഥത്തിലെ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത് വ്യാഴത്തിനാണ്. ജൂപ്പിറ്ററിലെ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 92. 92 ജൂപ്പിറ്ററിൽ നിലവിലുള്ള ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ സി തുല്യ കണികാ സ്വഭാവവും തരംഗ സ്വഭാവവും. തുല്യ കണികാ സ്വഭാവവും
തരംഗ സ്വഭാവവുമാണ് ഇലക്ട്രോണിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, HCl. HCl ആണ് ആംഫോടെറിക് സ്വഭാവം പ്രകടിപ്പിക്കാത്തത്. അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളാണ്? അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങളെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, F ബ്ലോക്ക്. F ബ്ലോക്ക് മൂലകങ്ങളെയാണ് അന്തഃസംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ബബിൾ ഗമ്മിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏത്? ബബിൾ ഗമ്മിൽ അടങ്ങിയിരിക്കുന്ന പോളിമർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പോളിവിനൈൽ അസറ്റേറ്റ്. പോളിവിനൈൽ അസറ്റേറ്റ് ആണ് ബബിൾ ഗത്തിൽ അടങ്ങിയിരിക്കുന്നത്. കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവമാണ്? കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ തുടർച്ചയായ അഭാവം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ഡി, വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അഭാവം മൂലമാണ് കണ്ണിലെ കോർണിയ വരണ്ട് അതാര്യമാകുന്ന സിറോഫ്താൽമിയ എന്ന രോഗത്തിന് കാരണം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, മലമ്പനി. മലമ്പനിയാണ് പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയുടെ വാഹകരായ അനോഫിലിസ് പെൺകൊതുക് വഴി പകരുന്ന രോഗം. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പാൻക്രിയാസ്. പാൻക്രിയാസ് ആണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റ കോശങ്ങൾ കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, ക്ലോറോഫോം. ക്ലോറോഫോം ആണ് താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ നിന്നും ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നത്. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പെല്ലഗ്ര. പെല്ലാഗ്രയാണ് 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവെന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ. ആൻസർ ഓപ്ഷൻ ബി, പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ലാത്തതുകൊണ്ടാണ് AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവെന്ന് വിളിക്കപ്പെടാൻ കാരണം. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ആൻസർ ഓപ്ഷൻ സി, പൊട്ടാസ്യം. പൊട്ടാസ്യമാണ് ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മെലാട്രോണിൻ. മെലാട്രോണിനാണ് മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം. ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം. ആൻസർ ഓപ്ഷൻ സി, 12 സെൻറ്റിമീറ്റർ. 12 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രത ആരം 24 സെൻറ്റിമീറ്റർ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. താഴെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക.
ആൻസർ ഓപ്ഷൻ ബി 1ഉം 2ഉം. 1. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. 2. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ചാൾസ് നിയമം. ചാൾസ് നിയമവുമായി ബന്ധപ്പെട്ടതാണ് അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? ഒരു പദാർത്ഥത്തിന്റെ തന്മാത്രകളുടെ ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ 108 ഗ്രാം. 108 ഗ്രാം തന്നെയാണ്. ഒരു പദാർത്ഥത്തിന്റെ തന്മാത്ര ഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിന്റെ 6.022 × 10⁻23 തന്മാത്രകളുടെ പിണ്ഡം. മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? മനുഷ്യ ഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയം മറ്റേത് വലത് ഏട്രിയം എന്നും താഴെ 2 അറകളിലൊന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. മുകളിലത്തെ 2 അറകളിൽ ഒന്ന് ഇടത് ഏട്രിയവും മറ്റേത് വലത് ഏട്രിയവും എന്നും താഴെ 2 അറകളിൽ ഒന്ന് ഇടത് വെൻട്രിക്കിൾ മറ്റേത് വലത് വെൻട്രിക്കിൾ എന്നും പറയുന്നു. ഇതാണ് മനുഷ്യഹൃദയത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി 2021 ലോക പക്ഷാഘാത ദിന സന്ദേശം. 2021 ലോക പക്ഷാഘാത ദിന സന്ദേശമാണ് വിലയേറിയ സമയം പാഴാക്കരുത്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം? ആൻസർ ഓപ്ഷൻ ഡി ജലദോഷം. ജലദോഷമാണ് താഴെ പറയുന്നവയിൽ ഒരു വൈറസ് രോഗം. തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ജീവകം B1. ജീവകം B1 ആണ് തയാമിൻ എന്നറിയപ്പെടുന്ന ജീവകം. എന്താണ് യൂട്രോഫിക്കേഷൻ? എന്താണ് യൂട്രോഫിക്കേഷൻ? ആൻസർ ഓപ്ഷൻ എ ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക. ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുക എന്നതാണ് യൂട്രോഫിക്കേഷൻ. ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയെയാണ് സ്ഥിതഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു വസ്തുവിനെ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതഘർഷണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ ഓപ്ഷൻ എ 4. ഗതികഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗതികഘർഷണവും സ്ഥിതഘർഷണവും സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നില്ല. ഗുരുത്വത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗുരുത്വത്വരണത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം. 2. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. ഗുരുത്വത്വരണം ഉയരം കൂടുന്നതനുസരിച്ച് കുറയുന്നു. 4. ഗുരുത്വത്വരണം ആഴം കൂടുന്നതനുസരിച്ച് കുറയുന്നു. ഗുരുത്വത്വരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു. പ്രകാശവൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. പ്രകാശവൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി 4. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീതാനുപാതത്തിലായിരിക്കും. ഫോട്ടോ ഇലക്ട്രോണുകളുടെ ഗതികോർജം പ്രകാശ തീവ്രതയ്ക്ക് വിപരീത അനുപാതത്തിലായിരിക്കും. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്? ആൻസർ ഓപ്ഷൻ ബി ഫോസ്ഫറസ്. ശ്മശാനങ്ങളിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഫോസ്ഫറസിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ്.
ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത്? ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി BF3. BF3 ആണ് ലൂയിസ് സിദ്ധാന്തപ്രകാരം ആസിഡ് ആയിട്ടുള്ളത്. ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി എഥനോൾ. എഥനോൾ ആണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലയെ അറിയപ്പെടുന്നത്? ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ഓർബിറ്റൽ. ഓർബിറ്റലാണ് ആധുനിക സിദ്ധാന്തമനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്നത്. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര് എഴുതുക. ആൻസർ ഓപ്ഷൻ ബി ദ്വിതള വാൽവ്. ദ്വിതള വാൽവാണ് മനുഷ്യഹൃദയത്തിന്റെ അറകളായ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണപ്പെടുന്ന വാൽവിന്റെ പേര്. താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത് ഏവ? ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം, ആൻഡ്രോജൻ. ആൻഡ്രോജനാണ് താഴെ തന്നിരിക്കുന്നവയിൽ സ്ത്രീ ഹോർമോണുകൾ അല്ലാത്തത്. ടൈഫോയിഡ് സ്ഥിരീകരിക്കാനുള്ള രോഗനിർണയ രീതി ഏതാണ്? ടൈഫോയിഡ് സ്ഥിരീകരിക്കാനുള്ള രോഗനിർണയ രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റാണ് ടൈഫോയിഡ് സ്ഥിരീകരിക്കാനുള്ള രോഗനിർണയ രീതി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മാത്രം. ഒന്ന്, ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവേശനത്തെ കുറയ്ക്കുന്നു. ഇൻസുലിൻ കോശത്തിലേക്കുള്ള ഗ്ലൂക്കോസിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു എന്നത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ എ ഭൂഗുരുത്വ ബലം. ഭൂഗുരുത്വ ബലമാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പ്രകൃതിയിലെ അടിസ്ഥാന ബലം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ഹൈഡ്രോളിക് ബ്രേക്കിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പാസ്കൽ നിയമം. പാസ്കൽ നിയമമാണ് ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിയമം. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ആ ലെൻസിന്റെ പവർ? ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ? ആൻസർ ഓപ്ഷൻ സി +5d. +5d ആണ് ഒരു കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ ലെൻസിന്റെ പവർ. ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഓക്സിഡേഷൻ. ഓക്സിഡേഷനാണ് ആനോഡിൽ നടക്കുന്ന രാസപ്രവർത്തനം. ദ്രാവകതുള്ളി ഗോളാകൃതിയാകാൻ കാരണം? ദ്രാവകതുള്ളി ഗോളാകൃതിയാകാൻ കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ എ പ്രതലബലം. പ്രതലബലമാണ് ദ്രാവകതുള്ളി ഗോളാകൃതിയാകാനുള്ള കാരണം. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിന് കാരണം ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണ്. ഇതിനുള്ള കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി മർദ്ദം കുറവാണ്. ഉയർന്ന പ്രദേശങ്ങളിൽ മർദ്ദം കുറവുള്ളത് കാരണമാണ് ഉയർന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് ആഹാരം പാകം ചെയ്യാൻ പ്രഷർ കുക്കർ അത്യാവശ്യമാണെന്ന് പറയുന്നത്. ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? ആൻസർ ഓപ്ഷൻ ബി ഡോപ്സൺ.
ഡോപ്സൺ ആണ് ഓസോൺ പാളിയുടെ കനം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ബീറ്റ് ഹോട്ട് സ്പോട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം പ്രധാന കാരണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ എയുടെ കുറവ്. വിറ്റാമിൻ എയുടെ കുറവ് മൂലമാണ് ബീറ്റ് ഹോട്ട് സ്പോട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ ആണ് ആപേക്ഷിക ആർദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി, 0. ഭൂമിയുടെ കേന്ദ്രത്തിൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം 0 ആണ്. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്ര? താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 30. താഴെ പറയുന്ന ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രോണുകളുടെ എണ്ണം 30 ആണ്. 298 K താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം എന്താണ്? 298 K താപനിലയിൽ ഹീലിയം ആറ്റം ഹൈഡ്രജൻ തന്മാത്രയേക്കാൾ 2 മടങ്ങ് ഭാരമുള്ളതാണ്. ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ്. ഹൈഡ്രജൻ തന്മാത്രയുടെ അത്രയും തന്നെയാണ് ഹീലിയത്തിൻ്റെ ശരാശരി ഗതികോർജം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ബി, 3. ഒബീസിറ്റി. ഒബീസിറ്റിയാണ് താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ഒരു നാഡീകോശത്തിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ആൻസർ ഓപ്ഷൻ സി, 1, 3. 1 സോഡിയം, 3 പൊട്ടാസ്യം. സോഡിയവും പൊട്ടാസ്യവുമാണ് ഒരു നാഡീകോശങ്ങളിലൂടെ ആവേഗങ്ങൾ കടന്നുപോകാൻ സഹായിക്കുന്ന പ്രധാന മൂലകങ്ങൾ. ശരിയായ വാരിയലുകൾ എന്നത്. ആൻസർ ഓപ്ഷൻ എ, 1. 1 മുതൽ 7 വരെ ജോഡി വാരിയലുകൾ. 1 മുതൽ 7 വരെ ജോഡി വാരിയലുകളാണ് ശരിയായ വാരിയലുകൾ എന്നത്. മനുഷ്യനേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത്. മനുഷ്യനേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്. റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല, കുറവാണ്. കോൺ കോശങ്ങൾ വളരെ കൂടുതലാണ്. റോഡ് കോശങ്ങൾ കാണപ്പെടുന്നില്ല അഥവാ കുറവാണ്. ഇവയാണ് മനുഷ്യനേത്രത്തിലെ പീതബിന്ദു എന്ന ഭാഗത്തെ സംബന്ധിച്ച് കൂടുതൽ ശരിയായത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ഡി, 4. ആമസോണിയൻ മഴക്കാടുകൾ. ആമസോണിയൻ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി. സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 4. സമാശ്വാസം പദ്ധതി 4. സമാശ്വാസം പദ്ധതി 4 സംസ്ഥാനത്തെ അരിവാൾ രോഗം ബാധിച്ച നോൺ ട്രൈബൽ വിഭാഗത്തിലെ രോഗികൾക്ക് നൽകി വരുന്ന ധനസഹായ പദ്ധതി. 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? 2025 ഫെബ്രുവരി 17 വിക്ഷേപിച്ച ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, കാലാവസ്ഥാ നിരീക്ഷണം. കാലാവസ്ഥാ നിരീക്ഷണമാണ് ഇൻസാറ്റ് 3DS ഉപഗ്രഹത്തിന്റെ പ്രധാന ഉപയോഗം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ ഏതിനാണ് കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ബൈക്കിനാണ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാൽ കൂടുതൽ ത്വരണം ഉണ്ടാകുന്നത്. മഴവില്ല് കാണുവാനായി സൂര്യൻ്റെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം? മഴവില്ല് കാണുവാനായി സൂര്യൻ്റെ സ്ഥാനം എങ്ങനെ ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ബി,
നിരീക്ഷകന്റെ പിന്നിൽ. നിരീക്ഷകന്റെ പിന്നിലായിരിക്കണം മഴവില്ല് കാണുമ്പോൾ സൂര്യന്റെ സ്ഥാനം. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ വരെ ഉയരും? വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ ഒരു കാപ്പിലറി ട്യൂബ് വയ്ക്കുമ്പോൾ ട്യൂബിലെ ജലനിരപ്പ് 4 സെന്റിമീറ്റർ വരെ ഉയരും. പകുതി വ്യാസമുള്ള ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വെള്ളം എത്ര സെന്റിമീറ്റർ വരെ ഉയരും? ആൻസർ ഓപ്ഷൻ എ 8 സെന്റിമീറ്റർ. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ എന്താണ്? ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ. ആൻസർ ഓപ്ഷൻ സി രൂപാന്തരങ്ങളാണ്. ഡയമണ്ട്, ഗ്രാഫൈറ്റ് എന്നിവ കാർബൺ എന്ന മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ്. സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ഡി 18.066 ഇൻറ്റു 10⁻23. 18.066 ഇൻറ്റു 10⁻23 ആണ് സ്റ്റാൻഡേർഡ് ഊഷ്മാവിലും മർദ്ദത്തിലും 67.2 ലിറ്റർ അമോണിയ വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന അമോണിയ തന്മാത്രകളുടെ എണ്ണം. സ്ഥിരോഷ്മാവിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ മർദ്ദവും വ്യാപ്തവും സൂചിപ്പിക്കുന്ന ഒരു പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ പട്ടിക ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമം. ഈ പട്ടിക ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു. അമ്ലമഴയുടെ pH. അമ്ലമഴയുടെ pH. ആൻസർ ഓപ്ഷൻ ഡി 4നും 5നും ഇടയിൽ. 4നും 5നും ഇടയിലാണ് അമ്ലമഴയുടെ pH. ഒരു സ്വയം പ്രതിരോധ മാർഗമാണ് ഡാഷ്. ഒരു സ്വയം പ്രതിരോധ മാർഗമാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി മയാസ്തേനിയ ഗ്രേവീസ്. മയാസ്തേനിയ ഗ്രേവീസ് ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഡാഷ്. ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ സി 1ഉം 3ഉം. 1 അബ്രിൻ കോഡിൻ. 3 റീസിൻ കുർക്കുമീൻ. അബ്രിൻ കോഡിൻ, റിസിൻ, കുർക്കുമിൻ എന്നിവ ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ്. കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ് ഡാഷ്. കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ് ഡാഷ്. IgA. IgA ആണ് കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡി. സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് ഡാഷ്. സ്റ്റിറോയിഡുകളില്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ബി സഹേലി. സഹേലിയാണ് സ്റ്റിറോയിഡുകളില്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളിക. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ഡാഷ്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ഡാഷ്. ആൻസർ ഓപ്ഷൻ ഡി അസോസ്പൈറില്ലം. അസോസ്പൈറില്ലമാണ് മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പൈറോമീറ്റർ. പൈറോമീറ്റർ ആണ് സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഒരു യന്ത്രത്തോക്കിൽ നിന്നും 1 സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവും ഉള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം ഡാഷ്. ഒരു യന്ത്രത്തോക്കിൽ 1 സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം എന്താണ്? ആൻസർ ഓപ്ഷൻ എ nmv. nmv ആണ് ഒരു യന്ത്രത്തോക്കിൽ നിന്നും 1 സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരം ഭൂമിയുടെ 1/4 ഭാഗവുമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും
ആരം ഭൂമിയുടെ 1/4 ഭാഗമുള്ള മറ്റൊരു ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി 22.4 km/s. 22.4 km/s. താഴെ പറയുന്നതിൽ ഭൗതികശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏത് കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത്? ആൻസർ ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ്. ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ് താഴെ പറയുന്നതിൽ ഭൗതിക ശാസ്ത്രത്തിലെ സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയ കണ്ടുപിടുത്തം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം. 1 മെഴുകുതിരി കത്തുന്നത്, 2 ഭക്ഷണം ദഹിക്കുന്നത്, 3 പഴങ്ങൾ പഴുക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലുണ്ടാകുന്ന വാതകം ഏത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലുണ്ടാകുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലുണ്ടാകുന്ന വാതകം. വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വെള്ളി. വെള്ളിയാണ് വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം. ഏതാനും ലായനികളുടെ pH മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ഏതാനും ലായനികളുടെ മൂല്യം താഴെ കൊടുത്തിരിക്കുന്നു. ഇവയിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും? ആൻസർ ഓപ്ഷൻ സി 3ഉം 4ഉം. 3 pH 8, 4 pH 12. pH 8ഉം pH 12ഉം ആസിഡ് ലായനി അല്ലാത്തവയുടെ pH മൂല്യങ്ങളാണ്. ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ വൈഡൽ ടെസ്റ്റ്. വൈഡൽ ടെസ്റ്റാണ് ടൈഫോയിഡ് നിർണയത്തിനായി നടത്തുന്ന ടെസ്റ്റ്. രക്തം കട്ട പിടിപ്പിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഹീമോഫീലിയ. ഹീമോഫീലിയയാണ് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയുള്ള ജനിതക രോഗം. കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കാർബൺ ന്യൂട്രൽ കൃഷി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കേരളം. കേരളമാണ് കാർബൺ ന്യൂട്രൽ കൃഷി രീതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ്? ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. ആൻസർ ഓപ്ഷൻ ഡി ഫീമർ. ഫീമറാണ് ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി. അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സിറോസിസ്. സിറോസിസ് ആണ് അമിതമായി മദ്യപിക്കുന്നവരിൽ കാണപ്പെടുന്ന കരൾ സംബന്ധമായ രോഗം. ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കാഡ്മിയം. കാഡ്മിയമാണ് ഇറ്റായ് എന്ന രോഗത്തിന് കാരണമായ ലോഹം. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങളല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങളല്ലാത്തത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ഇവ അനുദൈർഘ്യ തരംഗങ്ങൾ ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുടെ ഗുണങ്ങളല്ലാത്തത് ഇവ അനുദൈർഘ്യ തരംഗങ്ങൾ ആണ്. മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്. മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്. ആൻസർ ഓപ്ഷൻ ബി ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാൽ. ചൂടുള്ള വായുപാളികളിൽ പൂർണ്ണ ആന്തരിക പ്രതിഫലനം നടക്കുന്നതിനാലാണ് മരുഭൂമിയിലെ മരീചിക രൂപപ്പെടുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ത്വരണത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തി രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ സി 2ഉം 4ഉം ഇവ രണ്ടും ശരിയാണ്. 2 ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം പരമാവധി ആയിരിക്കും. 4
ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും താഴേക്ക് പോയാൽ ജിയുടെ മൂല്യം കുറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ഏതാണ് ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി EOS 09. EOS 09 ആണ് താഴെ കൊടുത്തിരിക്കുന്ന എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റുകളിൽ ISRO 2025 മെയ്യിൽ വിക്ഷേപിച്ചത്. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപങ്ങൾ ഏതെല്ലാമാണ്? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി 1 ഉം 4 മാത്രം. 1 ഗ്രാഫൈറ്റ്, 2 ഫുള്ളറീൻ. ഗ്രാഫൈറ്റും ഫുള്ളറീനും കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ ആണ്. ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് ഒരു ആസിഡ് ലോഹവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വാതകം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നു? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി 1 ഉം 3 ഉം മാത്രം. 1 സ്ഥിര താപനിലയിൽ V1/P ആണ്. 3 P1 V1 = P2 V2.